സർ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ ജാതി സെൻസസ് എന്നുള്ളത്. ഇപ്പോൾ ആ സമയത്തൊക്കെ BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ അതിനെ അത്ര അനുകൂലിച്ചിരുന്നില്ല. ഈ എന്തുകൊണ്ടാണ് ഈ കാസ്റ്റ് സെൻസസ് കൊണ്ടുവരുന്നത്, അതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കേരളത്തിൽ വെച്ച് നടന്നിട്ടുള്ള RSSന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സമന്വയ് ബൈഠക്കിൽ അവർ വളരെയധികം അവരുടെ എല്ലാ പരിവാർ സംഘടനകളുമായൊക്കെ ആലോചിച്ചുകൊണ്ട് അവർ പറയുന്നു, എന്താണ്, കാസ്റ്റ് സെൻസസ് കൊണ്ടുവരുന്നതിൽ പ്രശ്നമില്ല. RSSും പറയുകയാണ് സർ, കാസ്റ്റ് സെൻസസിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. ഇതിൽ അപ്പോൾ എന്താണ് സർ സംഭവിക്കുന്നത്? അതായത് ജാതി സെൻസസ് കൊണ്ടുവരാം, ജാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാം കൊടുക്കാമെന്നാണോ RSS ഉദ്ദേശിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലുമാണോ RSS ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്? RSSന്റെ ഈ ബൈഠക്കിൽ ഡിസൈഡ് ചെയ്ത ഡിസിഷൻ സുനിൽ അംബേദ്കർ RSSന്റെ ഒരു സ്പോക്സ് പേഴ്സൺ ആണ്, ഒഫീഷ്യൽ. അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസിലാണ് ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. പാർട്ടി അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയാറില്ല. കുറച്ചു കാലം മുമ്പ് ഒരു RSS ടെലിവിഷൻ ക്യാമറയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയയിലൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഒരു ലാസ്റ്റ് ഒരു 5-6 കൊല്ലമായിട്ട് RSS അതിൽ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി ഒരു പ്രസ് കോൺഫറൻസ്, ഈ ബൈഠക്ക് കഴിഞ്ഞപ്പോൾ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു, മീഡിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എന്തൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഇതാണ് വന്നത്, കാസ്റ്റ് സെൻസസ് നടത്താമോ? നമ്മൾ കണ്ടു ബീഹാറിൽ നടത്തി, പക്ഷെ ബീഹാറിൽ നടത്തി കഴിഞ്ഞിട്ട് അത് UPയിൽ നടത്തണം എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു രാജസ്ഥാനിൽ നടത്തണം, മധ്യപ്രദേശിൽ നടത്തണം എന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് തെലങ്കാനയിൽ അവരുടെ സർക്കാരാണ് ഉള്ളത്. ഇവിടുത്തെ ഇതുവരെ തുടങ്ങി വെച്ചിട്ടില്ല പരിപാടി. ഇതിനു മുമ്പ് ഹിമാചൽ പ്രദേശ്, അവിടെയില്ല. അപ്പോൾ ഈ സെൻസസ് ഇവർക്ക് എന്താ വേണ്ടതെന്ന് ഇവർ എസ്പെഷ്യലി നമ്മൾ കാണാൻ 3-4 സംസ്ഥാനങ്ങളിലാണ് ഈ കാസ്റ്റ് വല്ലാണ്ട് കളിക്കുന്നത്. ഒന്ന് സർ, അത്രയും വലിയ ഒരു എന്താണ് ഇതിനോടൊരു നീതിബോധം അല്ലെങ്കിൽ ആത്മാർത്ഥത ഇവർക്കുണ്ടെങ്കിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യം നടത്തി കാണിച്ചു കൊടുക്കുകയല്ലേ സർ വേണ്ടത്? അത് ചെയ്യാതെ മറ്റ് സംസ്ഥാനങ്ങളുടെ മേലേക്ക് കുതിര കയറുന്ന ഒരു നിലപാടല്ലേ സർ സ്വീകരിക്കുന്നത്? അതാണ് പറയണത്. ഇപ്പം ഞാൻ പറഞ്ഞ കർണാടകത്തിൽ 10 കൊല്ലം മുമ്പ്, അന്ന് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇവരൊരു കാസ്റ്റ് സെൻസസ് നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിരുന്നു. പക്ഷേ ഇന്ന് വരെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. സിദ്ധരാമയ്യ വന്നിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായിപ്പോൾ, ഇതുവരെ അത് പുറത്തു വന്നിട്ടില്ല. സിദ്ധരാമയ്യോട് ചോദിച്ചു, എന്ത് പറ്റി ഈ റിപ്പോർട്ട്, നിങ്ങൾ പണ്ട് ഭരിച്ചിരുന്നപ്പോഴുള്ള റിപ്പോർട്ടായിരുന്നു? അതൊക്കെ റെഡിയാണ്, നമ്മളിതാ റിലീസ് ചെയ്യാൻ പോകുന്നു. ഒരാൾ സൈൻ ചെയ്യാനുണ്ട്, അതിലൊരു ജഡ്ജ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു, റിട്ടയർഡായിട്ട്. അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതാ അപ്പം തന്നെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 6 മാസമായി, ഇതുവരെ ഒരു ശബ്ദമില്ല, അനക്കമില്ല. അതിനൊരു കാരണമാണ് പറഞ്ഞത്. എന്താന്ന് പറഞ്ഞാൽ ഈ ജാതി സെൻസസ് ചെയ്യുമ്പോൾ അതാത് രാഷ്ട്രങ്ങളിലെ ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കമ്മ്യൂണിറ്റീസ് കുറയാണ്. ഞാനൊരു കർണാടകത്തിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഒക്കലിഗാൻ ലിംഗയാച്ച്, അതിൽ അവരുടെ തന്നെ കുറച്ച് പേര് ബാക്ക്വേർഡ് കാസ്റ്റാണ്, കുറച്ച് പേര് ഫോർവേഡ് കാസ്റ്റാണ്. പക്ഷെ ഭരിക്കുന്നത് ഈ 2 പാർട്ടികളുടെയും ലീഡേഴ്സാണ് ഇതുവരെ. പക്ഷെ ഇതൊരു എക്സെപ്ഷൻ ആയിരുന്നു. കുറുബ കമ്മ്യൂണിറ്റി, ബാക്ക്വേർഡ് ക്ലാസ് കമ്മ്യൂണിറ്റി എന്നാണ് സിദ്ധരാമയ്യ വരുന്നത്. അതേമാതിരി മല്ലികാർജുൻ ഖർഗെ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നാണ് വരുന്നത്. പക്ഷെ അവർക്ക് ഈ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കണ്ടു, ഇതേ സമയത്ത് DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞിട്ടൊരു അടി നടക്കുന്നുണ്ടാവും. അത് നടക്കാൻ കാരണം അവിടുത്തെ ഡോമിനന്റ് കമ്മ്യൂണിറ്റീസ് പറഞ്ഞാൽ ഞങ്ങളുടെ ആള് വരണം, നിങ്ങളല്ല ഭരിക്കേണ്ടത്. അത് വളരെ ക്ലിയർ ആണ്. കർണാടകത്തിൽ വേറൊരു കളിയുണ്ട്, അവിടുത്തെ മഠങ്ങളാണ് അവിടുത്തെ ഏറ്റവും വലിയ പോളിറ്റിക്സ് കളിക്കുന്നത്. അവരുടെ കയ്യിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, ഡിഗ്രി കോളേജ് ഉണ്ട്, ഫാർമസി കോളേജ് ഉണ്ട്, നഴ്സിംഗ് കോളേജ് ഉണ്ട്, എല്ലാ കോളേജുകളും ഉണ്ട്. അവർ യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട്. സാർ, അത് പറഞ്ഞ സമയത്താണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഒരു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ അവിടെ വേദിയിലിരുത്തിക്കൊണ്ട്, എനിക്ക് തോന്നുന്നു അവിടെ ഏത് മഠത്തിലെ മഠാധിപതിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒക്കലിംഗയാണോ എന്ന് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. ഒരു മഠാധിപതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, DK ശിവകുമാറിന് വേണ്ടിയിട്ട് എന്താണ് സിദ്ധരാമയ്യ തൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറയുകയും അത് തീരുമാനിക്കുന്നത് സന്യാസികളല്ല എന്ന മറുപടി പറഞ്ഞുകൊണ്ട് സിദ്ധരാമയ്യ ഇറങ്ങിപ്പോയൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാർ പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇറങ്ങിപ്പോവാം ഇപ്പോൾ ഇലക്ഷൻ ഇല്ലാത്ത സമയത്ത്. നാളെ ഇലക്ഷൻ വരുമ്പോൾ ഇതേ സ്വാമിയുടെ മുമ്പിൽ പോയി തൊഴുത് കാലൊക്കെ വീണ് ഈ പറഞ്ഞൊരു വോട്ട് ചോദിക്കും. അതേസമയത്ത് നമുക്ക് ആന്ധ്രയും തെലങ്കാനയിലേക്ക് വരാം. ആന്ധ്രയാണ് നെക്സ്റ്റ് ഹയസ്റ്റ്. UPയും ബീഹാറും കഴിഞ്ഞാൽ കാസ്റ്റ് പൊളിറ്റിക്സിലെ ഏറ്റവും വലിയ കാസ്റ്റ് ഉള്ളത് ആന്ധ്രയിലാണ്. എത്ര പഠിപ്പുള്ള ആളായാലും അവസാനം അവൻ US പോയാലും അവിടെയും അവരുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് അസോസിയേഷൻ ഉണ്ടാകും. ഓക്കെ, അത് അവരുടെ എപ്പോഴുള്ള പരിപാടി. കാപ്പു എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ക്ലാസ്, കമ്മ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഒരു തരം
അപ്പം അങ്ങനെ റെഡ്ഡിമാർ ഫൈനാൻഷ്യലി നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. അവർ പോപ്പുലേഷൻ കുറച്ച് കുറവായിരിക്കും, പക്ഷെ അവരാണ് ഭരിക്കണതെല്ലാം. ബിസിനസ് ആവട്ടെ, ഈ പറഞ്ഞ മാതിരി വലിയ വലിയ പൊളിറ്റിക്സിലൊക്കെ അവരാണ് നമ്പർ 1. രേവന്ത് റെഡ്ഡി, രാജശേഖർ റെഡ്ഡി. രാജശേഖർ റെഡ്ഡി ക്രിസ്ത്യാനി ആയിരുന്നു, എന്നാലും റെഡ്ഡിയാണ്. വിജയഭാസ്കർ റെഡ്ഡി, നീലം സഞ്ജീവ റെഡ്ഡി, ഇവരൊക്കെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത് കുറേ കാലമായിട്ട്. അതിൻ്റെ നടുത്ത് PV നരസിംഹറാവു ഉണ്ടായിരുന്നു കുറച്ച് കാലത്ത്, അന്നത്തെ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്നത്. പിന്നെ ഇത് സ്പ്ലിറ്റ് ആവുന്നതിന് കുറച്ച് മുമ്പ് തന്നെ കിരൺ കുമാർ റെഡ്ഡി, ഇങ്ങനെ കുറേ റെഡ്ഡിമാർ ഭരിക്കുന്നുണ്ട് അവിടെ. അവരാണ് ഡോമിനേറ്റ് ചെയ്യുക. ഇവരാര് ഭരിച്ചാലും ഇപ്പോൾ ഇല്ല ക്യാബിനറ്റിൽ തന്നെ ഉത്തം കുമാർ റെഡ്ഡി, അങ്ങനെ വലിയ വലിയ ആൾക്കാരുണ്ട് ഇവിടുത്തെ കോൺഗ്രസിന്റെ ക്യാബിനറ്റിൽ. അപ്പൊ ഇവിടെ എന്താ റെഡ്ഡിമാരാണ്, ഇവിടെ എന്താ നടത്താത്തെ? എവിടെയാണല്ലോ ഇവർ വന്നിട്ട് എത്ര മാസം, 6 മാസം കൂടുതലായില്ല ഇവിടെ ഇവർ വന്നിട്ട്. എന്താ ഇവര് ഇലക്ഷൻ നടത്താത്ത? പ്രോബ്ലം ഇതാണ്. നടത്തി കഴിഞ്ഞാൽ അന്ന് അടിയോ. ബിക്കോസ് ഈ പറഞ്ഞ മാതിരി റെഡ്ഡിമാരുടെ പവർ കയ്യിൽ നിന്ന് പോവും, റിസർവേഷൻ അവർക്ക് കയ്യിൽ നിന്ന് കുറയും, റിസർവേഷൻ അവർക്ക് കിട്ടില്ല, ബിക്കോസ് അവർ ജനറൽ കാറ്റഗറിയാണ്. ഈ ബാക്ക്വേർഡ് ക്ലാസ് ഇത് ഈ സ്റ്റഡി നടത്തിയാൽ മാത്രം പോരാ. 65% OBC-കളാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? അത് കഴിഞ്ഞാൽ നിങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷന് ഇവിടെ തെലങ്കാനയിൽ 65% കൊടുക്കും. നമ്മുടെ നാട്ടിലെടുക്കാം, ഹിന്ദുക്കളിലാണ് കാസ്റ്റ് എന്നുള്ളത്. അതാണ് അംബേദ്കർ എന്നും പറഞ്ഞ കാസ്റ്റ് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മുസ്ലിംസിനും ക്രിസ്ത്യാനികൾക്കും കാസ്റ്റ് ഇല്ല, അത് കാരണം അവർക്ക് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ കൊടുക്കാൻ പാടില്ല, റിലീജിയൻ ബേസ്ഡ് റിസർവേഷൻ പാടില്ല എന്ന് പറഞ്ഞ ആൾ അംബേദ്കർ ആയിരുന്നു. പക്ഷേ ഇതേ അംബേദ്കറിന്റെ കാര്യം കോൺഗ്രസ് ഇപ്പോൾ മിണ്ടുന്നില്ല അതിനെ പറ്റി. അവരും റിസർവേഷൻ കൊടുക്കാൻ റെഡിയാണ് മുസ്ലിംസിന്. കേരളത്തിലെ മറ്റു രാഷ്ട്രങ്ങൾ സംസ്ഥാനത്ത് കൊടുത്തിട്ടുണ്ട്, ആന്ധ്രയിലുണ്ട്, തെലങ്കാന, ഇതൊക്കെ സുപ്രീം കോടതിയിൽ കിടപ്പുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വിരുദ്ധമാണ് ഇതൊക്കെ. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ആയിട്ട് പറയണം. പക്ഷെ ഇവരെന്താ പറയുന്നത്? ആ മുസ്ലിംസിൽ തന്നെ കുറെ ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, അവർക്കാണ് റിസർവേഷൻ കൊടുക്കേണ്ടത്. നമ്മൾക്ക് ഒരു കാര്യം നമ്മൾ മറക്കരുത് വാർത്ത, നമ്മൾ ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും വിഭജിച്ച് വന്നപ്പോൾ, ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും, അവിടെ ഹിന്ദുക്കളായി നിന്നുപോയ ആൾക്കാരെ, ബാക്ക്വേർഡ് കാസ്റ്റുകാരെ, പാകിസ്ഥാനിലെ ഈ പറഞ്ഞ മാതിരി ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാനും അടിച്ചു വാരാനും ഈ മുനിസിപ്പൽ വർക്ക് ചെയ്യാനൊക്കെ അവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ്സിലെ ആൾക്കാരാണ്, ഹിന്ദുക്കളാണ് ചെയ്യുന്നത്. അതാണ് അവരെ അവിടെ പിടിച്ചു നിർത്തിയത് ഇവർ. ബിക്കോസ് അവിടെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റിക്കാർ ചെയ്യില്ല, എസ്പെഷ്യലി മുസ്ലിംസിൽ അവർ ചെയ്യില്ല. ബംഗ്ലാദേശിൽ അത് തന്നെ കണ്ടത്. ഇപ്പോൾ റീസെന്റ് ഇപ്പോൾ ഈ നമ്മുടെ അവിടെ നടന്ന അടിപിടി നടന്നപ്പോൾ പറഞ്ഞു, ബംഗ്ലാദേശിൽ മാക്സിമം ഹിന്ദുക്കൾ ബാക്ക്വേർഡ് ക്ലാസ്സുകാരാണ് അവിടെയുള്ളത്, ഹിന്ദുക്കൾ, അവരുടെ ഫോർവേഡ് കാസ്റ്റ് അല്ല. അപ്പം നമ്മുടെ നാട്ടിലും ഈ പറഞ്ഞ മാതിരി നമ്മുടെ രാഷ്ട്രത്തിൽ സെൻസസ് നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിൽ തുടങ്ങുന്ന പറയുന്നത്, അതിലൊരു കോളം ഉണ്ടാവും. പണ്ടും നടക്കാറുണ്ട്, നിങ്ങൾ ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് കാസ്റ്റാണെന്ന് പണ്ട് ചോദിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ബാക്ക്വേർഡ് ക്ലാസ് ആണ്, യെസ്, ഏത് ബാക്ക്വേർഡ് ക്ലാസ് ആണ്, ഈ ബാക്ക്വേർഡ് ക്ലാസ്. അതിന്റെ പ്രൂഫ് ചോദിക്കുമോ? അത് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നിങ്ങൾ അതിൻ്റെ ഒരു പ്രൂഫ് വേണമല്ലോ. നിങ്ങളുടെ റേഷൻ കാർഡോ, അല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ടാവില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റിൽ, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഈ കാസ്റ്റ് എന്നാണെന്നുള്ള ഒരു ഇത് വരും. നമുക്ക് അവിടെ കാണാം. കേരളത്തിൽ നടക്കുമ്പോൾ SNDP പറയും യെസ് നമുക്ക് വേണമെന്ന് പറയും, NSS പറയും കുഴപ്പമില്ല എന്ന് പറയും, ഒക്കെ നടത്തിക്കോട്ടെ എന്ന് പറയും. പക്ഷെ ഞാൻ ചോദിക്കാനുള്ളത്, എവിടുത്തെ മുസ്ലിം, നമ്മുടെ നാട്ടിലെ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യും? നാളെ 65% ഹിന്ദുക്കൾ അല്ലെങ്കിൽ 70% ഹിന്ദുക്കൾ OBCs ആണ്, അതർ ബാക്ക്വേർഡ് കാസ്റ്റും ബാക്ക്വേർഡ് കാസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഒരു സെൻസസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലുള്ള ജോലിയിൽ, ടോട്ടൽ ഗവൺമെന്റ് ജോലിയിൽ 65% ഈ OBCസിനും BCസിനും കൊടുക്കുമോ? SC STസിനും എല്ലാം കൂടിയിട്ട് 90% ഓൾമോസ്റ്റ് ഇല്ല. അപ്പൊ പറയും മുസ്ലിം ക്രിസ്ത്യാനികളെ നമ്മൾ മാറ്റി നിർത്തി, ബാക്കിയുള്ളവർക്ക് റിസർവേഷൻ കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് 100 ഗവൺമെന്റ് പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ 50 പോസ്റ്റിൽ മാത്രം റിസർവേഷൻ കൺസിഡർ ചെയ്താൽ മതി, ബാക്കി 50 ക്രിസ്ത്യാനികൾക്കും മുസ്ലിംസിനാണെന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ കണ്ട് നമ്മൾ മുസ്ലിംസിനെ ഇവിടെ ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് എല്ലാവരും കാറ്റഗറൈസ് ചെയ്തു. അത് പറ്റില്ല. അങ്ങനെ ഒരു കാറ്റഗറൈസേഷനാണ് സുപ്രീം കോടതി ഇപ്പോൾ ചോദിക്കുന്നത്. നിങ്ങൾ ഏത് കാസ്റ്റാണ് നിങ്ങൾ റിയലി ബാക്ക്വേർഡ് ആണോ? ഈവൻ നമ്മൾ ഈ റീസെന്റ് നമ്മൾ കണ്ടിരുന്നു, ബീഹാറിൽ ഈ പറഞ്ഞ മാതിരി തോന്നി അടിച്ചു കയറ്റി. ബംഗാളിൽ മമതാ ബാനർജി 77 ബാക്ക്വേർഡ് കാസ്റ്റിനെ നമ്മൾ എടുത്തപ്പോൾ 75 ഈ പറഞ്ഞ മാതിരി ബാക്ക്വേർഡ് ക്ലാസ് ആണ്, മുസ്ലിംസ് ആണ് ബാക്ക്വേർഡ് ക്ലാസ് എന്നാണ്. അത് സുപ്രീം കോടതി തടഞ്ഞു. സുപ്രീം കോടതി എന്ന് പറഞ്ഞു, സ്റ്റഡി നടത്തിയോ, നിങ്ങളൊരു എന്താണ് സർവേ നടത്തിയോ, അവർ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് എന്താണ്, അവർ ഫൈനാൻഷ്യൽ ബാക്ക്വേർഡ്നെസ് എന്താണ്, അവർക്ക് ഈ പറഞ്ഞ മാതിരി അവർക്കുള്ള ഒരു ജോലി, സർക്കാർ ജോലി ഉണ്ടോ എന്ന് നമ്മൾക്ക് അറിയണമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ അറിയാണ്ട് നമുക്ക് തോന്നിയ മാതിരി ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന സെൻസസിൽ RSSന് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം BJPക്കും കുഴപ്പമില്ല എന്നാണ് വരാൻ പോകുന്ന ഈ സെൻസസിന്റെ ഒരു ഔട്ടർ കവറിങ് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ BJPക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് RSSന് കിട്ടിക്കഴിഞ്ഞു. ഇനി BJP അത് ചെയ്യും.
സാർ എന്ത് തന്നെയായാലും സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് അതിനെ ഇന്ത്യയിലാകമാനം, അതായത് ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ ഈ ജാതി സെൻസസിൽ കയറി കൂടിയിട്ടുള്ള ജാതികളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഒരു എന്താണ് ഈ അവർക്ക് അവകാശപ്പെട്ട പിന്നെ കാര്യങ്ങൾ തന്നെയാണോ, ആ ഒരു പിന്നെ എന്താണ് ഈ സെൻസസുമായി ബന്ധപ്പെട്ട് അവരുടെ സംവരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവകാശപ്പെട്ടത് തന്നെയാണോ അവർ നേടുന്നത്, അതിൽ ഉള്ള ജാതികൾ തന്നെയാണോ എന്നെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ജാതി സെൻസസ് കേരളത്തിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ, ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റികളിലേക്കുള്ള വരുമ്പോഴുള്ള അവസ്ഥ സാറ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്ത് തന്നെയായാലും കോൺഗ്രസ് ഉന്നയിച്ചതുപോലെ RSSO BJP ഒന്നും ഇതിനെതിരല്ല. അവരും ഈ ജാതി സെൻസസ് കൃത്യമായി നടക്കട്ടെ, അതിൽ പക്ഷേ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിലപാടാണ് അവരും പറയുന്നത് എന്നാണ് സാറിൻ്റെ ഈ ഒരു ഭാഷയിലൂടെ അല്ലെങ്കിൽ സാറിൻ്റെ ഈ സംസാരത്തിലൂടെ മനസ്സിലാവുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.